അന്ന് DYFI തോൽപ്പിക്കാൻ വേറെ ഒരുത്തനുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. പേര് ഇവിടെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കാരണം സഹോദരി സഹോദരന്മാർ ഇരിക്കുന്ന സദസ്സാണ്, ബാപ്പയും മക്കളും ഇരിക്കുന്ന സദസ്സാണ്. ഈ സദസ്സിൽ അവന്റെ പേര് പറയാൻ പറ്റില്ല. ഈ നാട്ടിൽ ഒരു മഹാപ്രളയം ഉണ്ടായാൽ മതി, ഒരു മഹാദുരന്തം ഉണ്ടായാൽ മതി. ജാതി ഉണ്ടോ, മതമുണ്ടോ, മതത്തിന്റെ വേർതിരിവുണ്ടോ? അപ്പൊ നിങ്ങൾ നോക്ക്, കഴിഞ്ഞ 2024 ജൂലൈ മാസം അങ്ങ് വയനാടിന്റെ മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം, പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ കിടന്നുറങ്ങാൻ പോയതാ മനുഷ്യന്. നിങ്ങളിപ്പോ പോയി കിടന്നുറങ്ങാൻ പോവുക. കിടന്നിറങ്ങുന്ന മനുഷ്യര്, നല്ല മഴ പെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ബേജാറുണ്ട്, അതിനപ്പുറമൊന്നുമില്ല. നേരം പുലർന്നപ്പോ ആ പ്രദേശത്തെ 400 പേരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ. എൻ്റെ ഗ്രാമത്തിന്റെ ഒരു വശത്തൂടെ ഒഴുകുന്ന നദിയുടെ പേര് ചാലിയാർ പുഴ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾ കണ്ട കാഴ്ച എന്താ അറിയോ? ചാലിയാർ പുഴയിലൂടെ മനുഷ്യന്റെ ജഡം ഇങ്ങനെ ഒഴുകി വരിക. പെറുക്കിക്കൂട്ടാൻ തോണിയുമായി പോയവരാ ഞങ്ങള്. പെറുക്കിക്കൂട്ടിയ മൃതശരീരങ്ങളിൽ ഉടലുള്ളതിന് തലയില്ല, തലയുള്ളതിന് കൈകാലുകളില്ല. നിലമ്പൂരിന്റെ മുകൾ ഭാഗത്ത് മനുഷ്യന്റെ ശരീരാവശിഷ്ടം പുറത്തു കണ്ട് മാന്തി നോക്കുമ്പോൾ പൂർണ്ണ രൂപങ്ങളില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാദുരന്തം? ജാതി ഉണ്ടായിരുന്നു, മതം ഉണ്ടായിരുന്നു, സകല മനുഷ്യരും ഓടിച്ചൊന്നു. ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, CPM ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ പറന്നെത്തി കണ്ണൂർ ഇറങ്ങി. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വന്നു, മേപ്പാടിയിൽ ഇറങ്ങി. ഹെലികോപ്റ്ററിന്റെ പൈസ ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. നിങ്ങൾ കണ്ടില്ലേ, 2 പ്രളയകാലത്ത് ഹെലികോപ്റ്റർ വന്നപ്പോ 210 കോടി രൂപ നമ്മളോട് വാങ്ങിയ മനുഷ്യൻ. വിശദീകരണത്തിൽ കിടക്കുന്നില്ല. അങ്ങനെ പുതുപ്പാടിയില്, മേപ്പാടിയിൽ വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങി നേരെ ആശുപത്രിയിലേക്ക് പോയി. നിങ്ങൾ കണ്ടില്ലേ TV-യിലെ രംഗം? ഒരു പ്രായമുള്ള ഒരു വീട്ടമ്മയുടെ അടുത്തേക്ക് പോയി. ആ വീട്ടമ്മയുടെ അടുത്ത് 2.5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പിൽ വരുമ്പോ 2.5 വയസ്സുള്ള ശൈശവത്തിന് അറിയില്ല തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ ആ കുട്ടി ഇങ്ങനെ താടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കണ്ണടയൂരി കളിച്ചു. ആ കുട്ടിയുടെ പേര് മറന്നുപോയോ നിങ്ങൾ? അവളുടെ പേര് നൈസമോൾ എന്നാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവുന്ന ചിത്രം, ആ വീഡിയോ എടുത്ത് BJP-ക്കാരെ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചു. കാരുണ്യത്തിന്റെ പ്രധാനമന്ത്രി. പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി ആരാന്നറിയാം നിങ്ങൾക്ക്? ഈ പ്രളയം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ കാഞ്ചനമാലയോടൊപ്പം ഞാനും പോയി വയനാട്ടിലെ മുണ്ടക്കൈയിലേക്ക്. അറിയില്ലേ കാഞ്ചനമാലയെ? അറിയില്ലേ? മൊയ്തീൻ എന്ന സിനിമ കണ്ടിട്ടില്ലേ? ഇരുവടിഞ്ഞിപ്പോയി അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. പ്രണയത്തിന് പുതിയ ആപ്തവാക്യം എഴുതിയ സിനിമ. 1982 ജൂലൈ മാസം 12-ാം തീയതി എൻ്റെ വീടിന്റെ വെളിപ്പാടകലുള്ള ഇരുവഞ്ഞിപ്പുഴയിലെ തെയ്യത്ത് കടവിൽ കാലത്ത് 8:15 തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിടായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്നു മുതൽ കാഞ്ചന എനിക്ക് ഏടത്തി അമ്മയാണ്. ആ ഏടത്തി അമ്മയോടൊപ്പം വയനാട്ടിലെ സഖാക്കൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരു പ്രളയത്തിന്റെ ബാക്കി പത്രമായ കാഞ്ചനയോടൊപ്പം മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമറ്റവും എല്ലാം കാണാൻ ഞങ്ങൾ പോയി. ആ പ്രദേശമെല്ലാം നടന്നു കണ്ട് മുണ്ടക്കൈ ചൂരൽമല അങ്ങാടിയിലെത്തി സഖാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാതി തകർന്നു കിടക്കുന്ന ഒരു പീഡികക്കോലായി കാണിച്ച് സഖാക്കൾ എന്നോട് ചോദിച്ചു, സഖാവേ, ഈ പീഡികക്കോലായി ഓർമ്മയുണ്ടോ? എൻ്റെ മനസ്സിന്റെ ഓർമ്മയിലേക്ക് വന്നില്ല. അവരെന്നോട് പറഞ്ഞു, 1 വർഷം മുമ്പ് സഖാവ് പ്രസംഗിച്ചിരുന്നത് ഈ പീഡികക്കോലായിലാണ്. ഞാനിങ്ങനെ ഓർത്തെടുത്തു, ശരിയാണ്, ഞാനിവിടെ പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മേപ്പാടിയിൽ നിന്ന് സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജഹാന്റെ ഭാര്യയും കുട്ടിയും നിങ്ങളെവിടെ കാത്തിരിക്കുന്നു. സഖാക്കളെ, ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾക്ക്? ആരാ ഷാജഹാൻ എന്നറിയോ നിങ്ങൾക്ക്? ഞാനന്ന് ചൂരൽമലയിൽ പ്രസംഗിച്ചപ്പോൾ എനിക്ക് നന്ദി പറഞ്ഞ സഖാവിൻ്റെ പേരാണ് ഷാജഹാൻ. അവനിന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അവനിന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. കൊണ്ടുപോയി മഹാപ്രളയം. അവൻ്റെ ഉമ്മാനെ കൊണ്ടുപോയി, അവൻ്റെ ബാപ്പാനെ കൊണ്ടുപോയി, അവൻ്റെ 2 മക്കളെ കൊണ്ടുപോയി. ആ യോഗത്തിൽ എനിക്ക് നന്ദി പറഞ്ഞ പ്രിയപ്പെട്ട ഷാജഹാന്റെ
പൊന്നോമന മകളുടെ പേരാണ് നൈസമോൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ ഇങ്ങനെ തടവിയ പെൺകുട്ടി മേപ്പാടി അങ്ങാടിയിലെത്തി ഷാജഹാന്റെ ഭാര്യയും കുട്ടിയെയും കണ്ട് സംസാരിക്കുമ്പോ അറിയാതെ ഷാജഹാന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ പറഞ്ഞുപോയി, നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു എനിക്ക് നന്ദി പറഞ്ഞിരുന്നതെന്ന്. അവരെന്റെ മുമ്പിൽ നിന്നു പെയ്തു സഖാക്കള്. ഇല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിൽ തടവിയ ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാനുള്ള പണം കൊടുത്തോ ഇന്ത്യ ഭരിക്കുന്ന ഈ ദുഷ്ടന്മാർ? ഇവരുടെ വീട്ടിലെ പൈസയാണോ നമ്മൾ ആവശ്യപ്പെടുന്നത്? അല്ല, നമ്മൾ കൊടുക്കുന്ന നികുതി പണം. എന്റെ മുമ്പിൽ സ്ത്രീകൾ ഇരിക്കുന്നു. നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചപ്പോ നിങ്ങൾ ആദ്യം വാങ്ങിയ സാധനത്തിന്റെ പേരെന്താ? ആദ്യം വാങ്ങിയ സാധനത്തിന്റെ പേര് ബേബി സോപ്പ് അല്ലേ, കുട്ടിയെ കുളിപ്പിക്കാൻ. പിന്നെ വാങ്ങിയത് ബേബി പൗഡർ, ആ കുട്ടിയുടെ മുഖത്തിടാൻ. പിന്നെ വാങ്ങിയത് ഒരു കുഞ്ഞുടുപ്പ്, ആ കുഞ്ഞിനെ അണിയിക്കാൻ. അവിടെ തുടങ്ങിയ വാങ്ങലുകൾ. അങ്ങനെ ജീവിതത്തിൽ വാങ്ങി 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 മരണം സംഭവിക്കുമ്പോ ഏത് മതത്തിൽപ്പെട്ടവന്റെ വീട്ടിലും സുഗന്ധം പരത്തി എരിഞ്ഞു കത്തുന്ന സാധനത്തിന്റെ പേര് ചന്ദനത്തിരി. ചന്ദനത്തിരിയുടെ പാക്കറ്റിന്റെ മുകളിൽ നോക്ക്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇൻക്ലൂഡഡ് ടാക്സ്. ജനിച്ച നാള് മുതൽ മരിച്ച നാള് വരെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തെ അത് പ്രത്യേക പണമാക്കി അവിടെ സ്വരൂപിച്ച് ഒറ്റ പൈസ തന്നോ? നമുക്ക് തന്നോ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ? പക്ഷെ തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലടോ, ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐ വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ വെച്ചിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ 25 വീടുണ്ടാക്കും. 25 വീടുണ്ടാക്കും. ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരൻ റെസീറ്റ് ബുക്കായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നോ? ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരൻ പാട്ട കുലുക്കി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നോ? വന്നില്ല. നിങ്ങൾ വലിച്ചെറിഞ്ഞ തെരുവിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ പെറുക്കിക്കൂട്ടി നിങ്ങളുടെ വീടുകളിൽ വന്ന് പഴയ കടലാസും കന്നാസും ചോദിച്ചു വാങ്ങി. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കല്ല് ചുമന്നു വെക്കാത്ത ഡിവൈഎഫ്ഐക്കാരൻ ചെങ്കല്ല് ചുമന്നു, അവൻ കരിങ്കല്ല് ചുമന്നു, ചുമ്മിനെ തടി ചുമന്നു, ലോറി കയറ്റി പൈസ ഉണ്ടാക്കി, മീൻ കച്ചവടം നടത്തി, ചായ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, ധോത്തി ചാലഞ്ച് നടത്തി. അവൻ ഉണ്ടാക്കിയത് എത്രയാണെന്നറിയോ? 20 കോടി. 20 കോടി. ഒരു വീടിന് 20 ലക്ഷം വെച്ച് 100 വീടുണ്ടാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. അന്ന് ഡിവൈഎഫ്ഐ തോൽപ്പിക്കാൻ വേറെ ഒരുത്തനുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. പേരിവിടെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, കാരണം സഹോദരി സഹോദരന്മാർ ഇരിക്കുന്ന സദസ്സാണ്, ബാപ്പയും മക്കളും ഇരിക്കുന്ന സദസ്സാണ്. ഈ സദസ്സിൽ അവന്റെ പേര് പറയാൻ പറ്റില്ല, എന്നാലും പറയാണ്, രാഹുൽ മാങ്കൂട്ടം. ഇല്ലേ, എന്താ അവൻ പറഞ്ഞ്? ഡിവൈഎഫ്ഐ 25 വീടുണ്ടാക്കുമെങ്കിൽ ഞങ്ങൾ 30 വീടുണ്ടാക്കും. എവിടെടോ? എവിടെ പൈസ? ഞാൻ തരാം നിങ്ങൾക്ക്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ 6 മണ്ഡലത്തിൽ നിന്ന് പിരിച്ച കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ കണക്ക് ആവറേജ് 2.5 ലക്ഷം. 140 മണ്ഡലങ്ങളിൽ നിന്ന് പിരിച്ചാൽ എത്ര ഉണ്ടാവും? ഇതിനെക്കുറിച്ച് ചോദ്യം വന്നു, ഞങ്ങളല്ല. അപ്പൊ ഇവരൊരു കടലാസ്, ശങ്കരാടിന്റെ കടലാസ് കാണിച്ചിട്ട് പറയാണ് 80 ലക്ഷം അല്ലേ, 80 ലക്ഷം കൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കും. ബാക്കി എന്തായിപ്പോയി? അതാ ഞാൻ പറഞ്ഞത്, പറയാൻ പറ്റൂല. കോളേജിൽ പഠിക്കുന്ന 19 വയസ്സുള്ള KSUവിന്റെ കുട്ടികൾ മുതൽ ഷാനവാസിന്റെ കൂടെ പ്രവർത്തിച്ച 69 വയസ്സുള്ള സ്ത്രീകളെ തന്റെ കൺമുമ്പിൽ കാണുന്ന സ്ത്രീ രൂപങ്ങളെ മുഴുവൻ ഉപഭോഗ വസ്തുവായി കണ്ട് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ഭോഗിക്കാൻ വിളിച്ച് പണം തീർത്തു. ഈ നാട് ശ്രദ്ധിക്കണ്ടേ? വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല, മഴ പെയ്തു തുടങ്ങി. ഞാൻ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നാട് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടില് വർഗീയവാദികളെ തലയുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഗ സംഘടനയെ വെല്ലുവിളിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിനെതിരെ ഒരു ജീവനും ജീവിതവും സമർപ്പിച്ച സഖാവ് വേലായുധൻ സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ, ഈ മുന്നണിയെ സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെയും ഉണ്ടാകണം എന്ന് വിനയ പരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.